ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇൻവിസിബിൾ സിബ് നമുക്ക് എങ്ങനെ ഫ്രോക്കിലും കുർത്തീസിലൊക്കെ വെക്കാൻ നോക്കാം കേട്ടോ. അത് കണ്ടല്ലേ, ഉൾവശത്തും നല്ല വശത്തും ഒന്നും നമുക്ക് തയ്യലില്ല, കണ്ടോ. ഇങ്ങനെ തയ്യലില്ലാതെ ഇൻവിസിബിൾ സ്റ്റിച്ചും നമ്മളെ ഇതായിരിക്കും, കാണില്ല, ഒരു സ്റ്റിച്ച് പോലും കാണാതെ എങ്ങനെ നമുക്ക് ഫ്രോക്കിലും അതുപോലെ തന്നെ കുർത്തീസിലും നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ഫ്രോക്കാണ്. ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് രീതി ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് വേണ്ട ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ലൈനിങ് ഉണ്ട് കേട്ടോ. ഇത് ലൈനിങ് വെച്ചിട്ടുണ്ട് ഇതിന്. അപ്പം നമ്മൾ എന്തായാലും ലൈനിങ് ബാക്ക് പോർഷനാണ്. ലൈനിങ്ങും അതിൻ്റെ മെയിൻ പീസും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നടുക്കുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ഈ ലൈനിങ് ഉണ്ടോ, ലൈനിങ് ഇങ്ങനെ രണ്ട് ലൈനിങ്ങും ഒന്ന് തിരിച്ച് മാറ്റി മടക്കി വെച്ചിട്ടുണ്ട്. മെയിൻ പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിബ് ഇൻവിസിബിൾ സിബാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ സിബ് എടുത്തിട്ടുണ്ട്. സിബ് ആദ്യം തുറന്നപ്പോൾ വന്നില്ല, അതാണ് സിബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ് പീസ് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുക. മെയിൻ പീസിലാണ് ആദ്യം നമ്മൾ വെക്കുന്നത്, അതായത് നല്ല പീസിൽ, ഫ്രോക്കിൻ്റെ മെയിൻ പീസിൽ. അപ്പോൾ നമ്മൾ ഈ സിബ് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചാണ് വെക്കേണ്ടത്. ശ്രദ്ധിക്കുക, നമ്മുടെ സിബ് ഇങ്ങനെയല്ലേ പുറത്തിരിക്കുക, പക്ഷെ നമ്മൾ വയ്ക്കുമ്പോൾ ഇതിനെ തിരിച്ച് ഒന്ന് ചരിക്കുക. അത് കണ്ടത്, ഇങ്ങനെ തിരിച്ചിട്ടാണ് വെക്കേണ്ടത്. തിരിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ആ സിബൊന്ന് തുറന്നിട്ട് അതിനോട് ചേർത്ത് വേണം തയ്ച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഫൂട്ട് പൈപ്പിംഗ് ഫൂട്ട്, സിപ്പർ ഫൂട്ട് യൂസ് ചെയ്യുക കേട്ടോ. എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ടേബിൾ ടോപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സിബ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അങ്ങനെ വെച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് തിരിക്കുക, അങ്ങോട്ടേക്ക് ലെഫ്റ്റിക്ക് ആക്കുക. കണ്ടോ, ലെഫ്റ്റിക്ക്, അതിന് മാത്രം ലെഫ്റ്റിക്ക് ആക്കിയിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങ് അടിക്കുക. അത്രയേ ഉള്ളൂ സംഭവം. അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിബ്ബറിൻ്റെ ചോട് ചേർത്തടിക്കുക, പരമാവധി ചേർത്തടിക്കാനായിട്ട് ശ്രമിക്കുക. അതെ, ഇങ്ങനെ വെച്ചടിക്കാം. രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ലൈനിങ് പീസ് നമ്മൾ വെച്ചിട്ടില്ല, ലൈനിങ് പീസ് വെക്കാതെ മെയിൻ പീസിലാണ് നമ്മളത് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും കുർത്തിക്കും അതുപോലെ തന്നെ ഫ്രോക്കിനൊക്കെ നമ്മൾ സിബ് വെക്കാറുണ്ട്. പക്ഷേ നൈറ്റിക്ക് വെക്കുന്നത് കുറച്ച് വേറെ മെത്തേഡിലാണ്. അപ്പോൾ അത് എന്നും നമ്മൾ ഇടാറുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിച്ചു കൊടുത്തു കേട്ടോ. അത് കണ്ടോ, നേരെ അങ്ങനെ നമ്മൾ ചരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു പോർഷൻ ഉള്ളിലോട്ട് പോകും. ഇനി നമുക്ക് മറു പീസിൽ വെച്ച് കൊടുക്കണം അല്ലേ, അതായത് ബാക്ക് കണ്ടോ, ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അത് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്, കണ്ടോ, നമുക്ക് ആ ഇൻവിസിബിളായിട്ട് നിൽക്കും. ഇനി മറ്റേ പീസിലും അതുപോലെ തന്നെ നമ്മളൊന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. എങ്ങനെയാണോ സിബ് ഇരിക്കുന്നത് അതുപോലെ തന്നെ, പക്ഷേ നമ്മൾ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ഭാഗം ഒന്ന് തിരിച്ചിട്ട് വെച്ചു കൊടുക്കുക. എന്നിട്ട് അടിച്ചു കൊടുക്കാം. മെയിൻ പീസിലാണ് വെച്ചു കൊടുക്കുന്നത്. വയ്ക്കുമ്പോൾ രണ്ടും ഒരേപോലെ വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരേ രീതിയിൽ നിൽക്കത്തക്ക രീതിയിൽ വെക്കണം. ഒന്ന് കയറി ഇറങ്ങിയാൽ നിൽക്കരുത്. അതുപോലെ തന്നെ റണ്ണറെല്ലാം നമ്മളത് കറക്റ്റ് ആക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ലൈനിങ് വെച്ച് തന്നെ മറിച്ചിടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കുർത്തീസിലാണെങ്കിൽ നമുക്ക് ലൈനിങ് വെച്ചിട്ട് മറിച്ചിടാൻ കുഴപ്പമൊന്നുമില്ല. നെക്ക് അല്ല ക്രോസ് പീസ് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ച് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. എന്തായാലും സിബ് വെച്ച് കൊടുത്ത ശേഷമാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇതേ, അപ്പം നമ്മൾ നോക്കിക്കതേ ഇങ്ങനെ നമ്മൾ അതും അടിച്ചു കൊടുത്തു. ഇപ്പം നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ് പീസ് എടുക്കുക. ലൈനിങ് പീസ് എടുത്ത ശേഷം നേരെ നമ്മൾ ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങൾ കുർത്തിയാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ സ്ട്രെയിറ്റ് ആ സിബിൻ്റെ ഭാഗം മാത്രം അടിച്ചാൽ മതി. നെക്ക് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കുക, ലൈനിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വെച്ച ശേഷം നെക്കിൽ നിന്നും തുടങ്ങി നേരെ സിബിലോട്ട് ഇങ്ങനെ തയ്ച്ച് വരികയാണ് ചെയ്യുക. അപ്പം നമുക്ക് നെക്കും അടിച്ച് തീരും, സിബും അടിച്ച് തീരും, എല്ലാം പെർഫെക്റ്റായിട്ട് നിൽക്കുന്നത് കണ്ടോ. അതിങ്ങനെ അടിച്ചു വരാം. ഫ്രോക്കുകളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കുർത്തീസിലും ഈ ഒരു മെത്തേഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ലൈനിങ് വെച്ച് കുർത്തി അടിക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യുന്നതാണ് ബെസ്റ്റ്. നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇതേ ഇങ്ങനെ നമ്മൾ അടിച്ചു വന്നു. ഇനി നമുക്ക് സിബിലേക്ക് വരിക. കണ്ടോ, ആദ്യം നെക്ക് അടിച്ചു, 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇനി നേരത്തെ നമ്മൾ തയ്ച്ചതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സാധാരണ നൈറ്റിയുടെ വീഡിയോസാണ് കൂടുതലും സിബ് ഇട്ടിരിക്കുന്നത്. കുർത്തീസിലും ഫ്രോക്കിലും വെക്കുന്നത് നമ്മൾ ഇട്ടിട്ടില്ല ഇതുവരെ. ഇങ്ങനെ നമുക്ക് വെക്കുക. അടുത്തതും നമ്മൾ ലൈനിങ് പീസ് എടുത്ത് മേലെ വെച്ചിട്ട് സിബും നെക്കിൻ്റെ ഭാഗവും അടിക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റാക്കി ഒപ്പം വെച്ചിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ ഒരു തയ്യൽ പോലും സിബിൻ്റെ അവിടെ ഉണ്ടാവില്ല, ഫുൾ ഫിനിഷിംഗ് ആയിരിക്കും.
ഒരു സ്റ്റിച്ചിങ് പോലും പുറത്ത്, നെക്കിലും സ്റ്റിച്ചിങ് കാണില്ല, ഷോൾഡർ ജോയിനിങ്ങും കാണില്ല, ഫ്രോക്കിലൊക്കെ ആണെങ്കിൽ സിബിൽ സ്റ്റിച്ചിങ് കാണില്ല, ഒന്നും കാണില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇൻവിസിബിൾ ആയിരിക്കും അതിൻ്റെ ഇതിരിക്കുക. സിബ് മാത്രം അവിടെ ഉള്ളിൽ ചെറുതായിട്ട് കാണുള്ളൂ. അപ്പോൾ നമുക്ക് മാച്ചിങ് സിബ് എടുക്കുകയാണെങ്കിൽ അതും കാണില്ല. അതെ, ഇനി നമുക്ക് അവിടെ നിന്ന് അടിച്ച ശേഷം നേരെ നെക്കിലേക്ക് വന്നിട്ട് നെക്കും അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ആം ഹോളും അതേപോലെ ഫിനിഷ് ചെയ്യണമെങ്കിൽ ആം ഹോളും കൂടി അടിച്ചിട്ട് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പതിച്ചടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു. ഇനിയിപ്പം നിങ്ങൾക്ക് ആം ഹോൾ അടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഫ്രോക്ക് ആയതുകൊണ്ട് ആം ഹോളിൻ്റെ ഭാഗം കൂടി അടിച്ചു കൊടുത്തിട്ട് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുർത്തീസിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ങനെ തിരിച്ചങ്ങ് ഇട്ടാൽ മതി. ഇപ്പം കഴുത്ത് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലൈനിങ് പീസിൽ നേരെ ഉള്ളിലോട്ട് തിരിച്ചിടുക. ഇത് കണ്ടോ. എന്നിട്ട് ആ കോർണർ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആക്കുക. രണ്ട് സൈഡും കറക്റ്റ് ആക്കുക. ഇനി പതിച്ചടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ നൂലുകളും കാര്യങ്ങളും ഒന്നും റണ്ണറിൽ കയറി വരില്ല. കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിൽ ആ സേഫായിട്ട് നമ്മൾ പ്രത്യേകിച്ച് സാറ്റിൻ തുണിയൊക്കെ വെച്ച് ഫ്രോക്ക് ചെയ്യുമ്പോൾ ആ നൂലൊക്കെ കയറി വരും. ഈ ഒരു മെത്തേഡ് ചെയ്യണമെങ്കിൽ ഒരു നൂലുകളും പുറത്ത് കയറി വരില്ല. നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഉൾവശത്ത് കറക്റ്റാക്കിയിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇപ്പം നോക്കിക്കുക, രണ്ട് ഭാഗത്തും നമുക്ക് തയ്യലുകളൊന്നുമില്ല. സിബിൻ്റെ ആ ഒരു ഭാഗങ്ങളും കാണുന്നില്ല. കണ്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഇത് കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് നല്ല അപ്പോൾ ഞാനത് ബാക്കിയുള്ളതും കൂടി ഫിനിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. ബാക്കി ഫുള്ളായിട്ടുള്ളത് ഇങ്ങനെ പകുതിക്ക് കാണിക്കാൻ അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രോക്ക് ആണെങ്കിൽ കുർത്തി ആണെങ്കിൽ ഏതാണെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അത് നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനത് സ്റ്റിച്ച് ചെയ്ത് പ്ലീറ്റൊക്കെ വെച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഇത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അതേ അടിപൊളിയായിട്ട് നല്ല ഫിനിഷിംഗ് ആണ് നമുക്കിതിനുള്ളത്. ഇതേ കണ്ടോ, ഇല്ല ഒരു തയ്യൽ പോലും പുറത്ത് കാണുന്നില്ല. അതേ അടുത്തുനിന്ന് കാണിച്ചു തന്നെ. കണ്ടല്ലോ, അത്രയും നീറ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ മെത്തേഡ് ചെയ്ത് നോക്കുക. എളുപ്പമുള്ള വഴിയാണ് സംഭവം. ഒരു സ്റ്റിച്ച് പോലും പുറത്ത് കാണില്ല. നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. താങ്ക്